അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഫ്രഷ് ആൻഡ് അൺഫ്രഷ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ബ്രേക്ക് ഔട്ട് സെമിനാർ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് ഫുള്ളായി കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഫ്രഷ് ആൻഡ് അൺഫ്രഷ് ആണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ഇതായാലും സിമ്പിൾ സംഭവം തന്നെയാണ്. അതായത് ഇപ്പോൾ ആദ്യം നമ്മളൊരു SNR ലെവല് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഒരു വി ഷേപ്പ്. അപ്പോൾ കണ്ട ഇതൊരു SNR ലെവലിലെ, അതായത് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു. എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് എല്ലാവർക്കും അറിയണമായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സെൽ ക്യാൻഡിൽ, ഒരു ബൈ ക്യാൻഡിൽ, ലൈൻ ചാർട്ടിൽ വി ഷേപ്പ് ഫോമിലാണെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു വി ഷേപ്പ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താവും അടുത്തത് നോക്കുക. ഒന്നെങ്കിൽ ഇതിൻ്റെ അടുത്ത ക്യാൻഡിലോ അല്ലെങ്കിൽ കുറച്ച് ക്യാൻഡിൽ കഴിഞ്ഞിട്ടോ ഈ ലെവലിലേക്ക് മിറ്റിഗേഷൻ നടത്തുന്നതാണ്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ ഇതുവരെയായിട്ടും മാർക്കറ്റ് ആ ലെവലെത്താണ്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഫ്രഷ്. അതായത് ഇവിടെ വന്ന് മിറ്റിഗേഷൻ നടന്നിട്ടില്ല, ടച്ച് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ലെവലിന് ഫ്രഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എപ്പോഴേലും മാർക്കറ്റ് ഈ ലെവൽ വന്ന് ടച്ച് ചെയ്താൽ അപ്പോൾ ഇതെന്തായി? അൺഫ്രഷായി. ഇത് എക്സാമ്പിൾ നമ്മളൊരു സെൽ ക്യാൻഡിൽ പിന്നെ ബൈ ക്യാൻഡിൽ കണ്ടെത്തി, അവിടെ നമ്മളൊരു സപ്പോർട്ട് സോൺ കണ്ടെത്തി. അത് ടച്ച് ആവാണ്ട് മാർക്കറ്റ് മേളിക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സ്റ്റിൽ ഫ്രഷ് ആണ്. ഓക്കെ, പിന്നീട് എപ്പോഴേലും മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്ന് ഈ സപ്പോർട്ട് ടച്ച് ചെയ്താൽ ഈ ലെവൽ അൺഫ്രഷായി. ഓക്കെ, ക്ലിയർ? ടച്ച് ചെയ്താൽ അൺഫ്രഷ്, ടച്ച് ചെയ്തില്ലെങ്കിൽ ഫ്രഷ്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഫ്രഷും അൺഫ്രഷും എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടിയുണ്ട്, അതായത് ഫ്രഷസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഫ്രഷ് ആൻഡ് അൺഫ്രഷിൻ്റെ കൂടെയുള്ള ഒരു സംഭവമാണ് ഫ്രഷസ്റ്റ്. അപ്പോൾ ഇതും നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഫ്രഷസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നേരത്തെ കാണിച്ച പോലെ നമ്മളൊരു SNR ലെവൽ കിട്ടി. ഓക്കെ, അവിടെ ഒരു സപ്പോർട്ട് സോൺ, അതായത് ഒരു വി ഷേപ്പ് ഫോം ചെയ്തു. അപ്പോൾ ഇത് സ്റ്റിൽ ഫ്രഷ് ആണ്, ഈ ലെവൽ ഫ്രഷ് ആണ്. അപ്പോൾ എക്സാമ്പിൾ നേരെ മാർക്കറ്റ് ഇവിടെ വന്നു, പിന്നെ അത് ടച്ച് ആവേണ്ടി ഇങ്ങോട്ട് പോയി. ഓക്കെ, നേരെ വന്നു, അങ്ങനെ പോയി, ഇങ്ങനെ അടക്കുമ്പോൾ അപ്പോൾ ഇവിടെ കുറേ വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്തണ്ട. അടുത്ത വി എന്താ ഈ നമ്മുടെ ഈ ഫ്രഷ് ഓൾറെഡി മിറ്റിഗേഷൻ നടത്താണ്ട് അത് നിലനിർത്തിക്കൊണ്ട് മേളിക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലെവലാണ് ഫ്രഷസ്റ്റ്. ഓക്കെ, നമ്മുടെ ഈ ലെവല് ഫ്രഷ്, അതും ടച്ച് മിറ്റിഗേഷൻ നടത്താണ്ട് അടുത്ത വി ഷേപ്പ് ഉണ്ടായി. അപ്പോൾ ഇത് ഫ്രഷസ്റ്റ് ആയി, ഇതും ഫ്രഷസ്റ്റ്. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ചാൻസ് തരുന്ന സംഭവം സ്റ്റിൽ ഫ്രഷ് ലെവലാണ്. ഓക്കെ, നമ്മൾ ഫ്രഷസ്റ്റും നോക്കണം, പക്ഷേ ഏറ്റവും കൂടുതൽ കൂടുതലും റിജക്ഷൻ തരാൻ ചാൻസ് കൂടുതൽ സ്റ്റിൽ ഫ്രഷിൻ്റെ ലെവലാണ്. അപ്പോൾ ഇതാണ് ഫ്രഷ്, അൺഫ്രഷ്, ഫ്രഷസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്യാൻഡിൽ ചാർട്ടിൽ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫ്രഷ് ലെവലാണ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു ഫ്രഷ് ലെവലുണ്ട്, ഉണ്ടാവും പക്ക ക്ലിയർ ഫ്രഷ് ലെവൽ. നമുക്ക് വേണമെങ്കിൽ ലൈൻ ചാർട്ട് നോക്കാം. കണ്ട എ ഷേപ്പ് റെസിസ്റ്റൻസ് ഫോംഡ്, ക്ലീൻ, ഇവിടെ ടച്ച് ഒന്നുമില്ല. അപ്പോൾ ഇതെന്തായി? ഫ്രഷ് ലെവലായി. ഇനി ഈ എക്സാമ്പിൾ ഇപ്പോൾ ഇതും ഒരു ഫ്രഷ് ലെവലാണ്, ക്ലിയർ ഫ്രഷ് ലെവൽ. അതും സപ്പോർട്ട് സോൺ, വി ഷേപ്പ് സപ്പോർട്ട് സോൺ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് അൺഫ്രഷ് നോക്കാം. അതായത് ഇവിടെ ഒരു അൺഫ്രഷ് ലെവലുണ്ട്.
ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു അൺഫ്രഷ് ലെവൽ ഉണ്ട്. ഇവിടെ ഒരു ബൈ ക്യാൻഡിൽ സെൽ ക്യാൻഡിൽ വന്നു, പക്ഷെ അത് മിറ്റിഗേഷൻ നടന്നു, വിക്ക് തന്നു ഉണ്ടാവും. പക്ഷെ നമ്മൾ അൺഫ്രഷ് ലെവൽ നോക്കില്ല എന്നല്ല, നമ്മൾ അൺഫ്രഷ് ലെവൽ നോക്കണം, പക്ഷെ നമുക്ക് കണ്ടോ അത് അൺഫ്രഷ് ആണ്. അപ്പോൾ കണ്ടോ അവിടെ ഒരു എ ഷേപ്പ് കണ്ടോ, അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോമായി, അവിടെ നമുക്കൊരു ലെവൽ ഫോം ചെയ്തു. ഒരു ഫ്രഷ് ലെവലായിരുന്നു, പക്ഷെ അത് അൺഫ്രഷ് ആയി, വിക്ക് വന്നുകൊണ്ട് അതൊരു അൺഫ്രഷ് ലെവലായി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് നമ്മളൊരു പുതിയ വേർഡും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷസ്റ്റ്. ഇതൊരു ഫ്രഷ് ലെവലാണ്, ഇതൊരു ഫ്രഷ് ലെവലാണ്, ഇത് അൺഫ്രഷ് ലെവലാണ്. അപ്പോൾ നമ്മളൊരു വേർഡും കൂടി പഠിച്ചിട്ടുണ്ട്, ഫ്രഷസ്റ്റ്. അപ്പോൾ എന്താണ് ഫ്രഷ് ആൻഡ് ഫ്രഷസ്റ്റ്? ഓക്കെ, അപ്പോൾ ഇതാ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു ഫ്രഷ് ലെവല് നമുക്ക് കിട്ടി. ഇത് സ്റ്റിൽ ഇവിടെ ഒന്നും അൺമിറ്റിഗേറ്റഡ് ആണ്. ആ സെയിം റാലിയിൽ തന്നെ ഒരു ഫ്രഷ് ലെവലും കൂടി ഉണ്ടാക്കി. എക്സാമ്പിൾ ഇവിടെ. ഓക്കെ, വേണ്ട, ഇത് ഫ്രഷ്, ഇത് ഫ്രഷസ്റ്റ്. അപ്പോൾ ഒരു ഫ്രഷസ്റ്റും കൂടി ഫോം ചെയ്തിട്ടുണ്ട് ആ സെയിം റാലിയിൽ തന്നെ. ഫ്രഷസ്റ്റ് ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട്, സ്റ്റിൽ ഫ്രഷസ്റ്റ്. ബട്ട് ഓൾവേസ് ഞാൻ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ലെവലാണ്, ഇത് ഫ്രഷസ്റ്റ് ആണ്, ഈ സെയിം റാലിയിൽ കണ്ട. അപ്പം നമ്മൾ ഒരു ലെവലും കൂടി ഫോം ചെയ്താൽ ഇത് ഫ്രഷസ്റ്റായി, ഇത് ഫ്രഷസ്റ്റ്, ഇത് ഫ്രഷസ്റ്റ്. പക്ഷെ ഓൾവേസ് നമ്മൾ കൂടുതൽ ഏതിനാ വാല്യൂ കൊടുക്കേണ്ടത്? ഫ്രഷ് ലെവലാണ്. കണ്ട, ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നു ലാസ്റ്റ് ഇവിടെ. കണ്ട ഈ സെയിം ലെവല്. ഇത്രയുള്ളൂ സംഭവം. ക്ലിയർ ആണ്, ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടിയും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്യുക. വീഡിയോ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പം നമുക്ക് ഒന്നും കൂടിയും ക്ലിയർ ആവും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ഫ്രഷ്, ഇത് ഫ്രഷസ്റ്റ്, ഇത് അൺഫ്രഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്ത 3 ടോപ്പിക്സ്. ഓക്കെ.